ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് സ്കൂൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 2024 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളെല്ലാം മാറി. 2025 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും മാറിയിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിലെ മാത്സിൻ്റെ PSCക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴ്സിനകത്ത് നമ്മൾ ആ ക്ലാസ്സുകളിലുള്ള എല്ലാം PSCക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ 2, 3, 4 അങ്ങനെ അതിനകത്ത് PSCക്ക് വേണ്ട എന്തൊക്കെ ഭാഗങ്ങളുണ്ട് അത് മാത്രം. അത് കഴിഞ്ഞ് 6ാം ക്ലാസ് 7, 8, 9, 10 അങ്ങനെ PSCക്ക് പാഠപുസ്തകത്തിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടോ SCERT പുസ്തകത്തിനകത്തുനിന്ന് അതിനകത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങും. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വരും ക്ലാസ്സുകളിൽ 2, 3, 4, 5 അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പം ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 1ാമത്തെ ചാപ്റ്ററിനകത്ത് PSCക്ക് വേണ്ടതായിട്ടുള്ള വളരെ 1, 2, 3 പോയിന്റ് മാത്രമേ ഉള്ളൂ. 1ാമത്തെ ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് വരയ്ക്കാൻ എങ്ങനെ ഇത്ര സെൻറ്റിമീറ്റർ നീളത്തിലും ഇത്ര ചതുരവും സമയവും ഒക്കെ വരയ്ക്കാനും വേണ്ടി അവരെ പഠിപ്പിക്കുകയാണ്. അതിനകത്ത് നമുക്ക് വരയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും PSCക്ക് വേണ്ട. പക്ഷേ അതിനകത്ത് 3 കാര്യങ്ങൾ നമുക്ക് PSCക്ക് പോകെ വേണ്ട 3 കാര്യങ്ങൾ അതിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ 1ാമത്തെ വൃത്തമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് വൃത്തം. ഒരു വൃത്തത്തിൻ്റെ ഡെഫിനിഷൻ അവർ നല്ല വൃത്തിയായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് ചില LP UPക്കാർക്കൊക്കെ ചിലപ്പോൾ വളരെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ PSCക്ക് ഇപ്പോൾ മാറി വരുന്ന പുതിയ പാറ്റേൺ അനുസരിച്ച് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന കാര്യം അതെങ്ങനെയാണ് ചോദിക്കുന്ന രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വൃത്തം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ സഞ്ചാരപാതയാണ് വൃത്തം. ഓക്കെ ആണല്ലോ, ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ സഞ്ചാരപാത, ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്തം എന്നാണ് പറയുന്നത്. അപ്പോൾ PSC ആണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരെന്ത് ചോദിക്കാം. ചതുരം, സമചതുരം എന്ന് ചോദിക്കാം, സമഭുജ ത്രികോണം എന്ന് ചോദിക്കാം, വൃത്തം എന്ന് പറയാം, സമഭുജ സാമാന്തരികം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഒരേ അകലമൊക്കെയാണെന്ന് പറയാം. പക്ഷെ തമ്മിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലല്ല ഇതെല്ലാം സഞ്ചരിക്കുന്നത്. വൃത്തം ഒഴിച്ച് ബാക്കിയൊന്നും തുല്യ അകലത്തിലല്ല സഞ്ചരിക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ വരച്ച് ജസ്റ്റ് കാണിച്ചില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഉദാഹരണം ഒരു വൃത്തം. ഓക്കെ, ഇത് വൃത്തകേന്ദ്രം. ഇതാണ് ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിൽ നമ്മളിങ്ങനെ കുത്തിക്കൊണ്ട് ഈ ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ ഇങ്ങനെ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ സഞ്ചാരപാതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൃത്തം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഇതിന് പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് വൃത്തം എന്നുള്ളൊരു കാര്യം. വൃത്തത്തിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ സഞ്ചാരപാതയെ നമ്മൾ വൃത്തം എന്ന് പറയുന്നു. ഇനി അതാണ് നമുക്ക് ഈ വൃത്തത്തെക്കുറിച്ച് ഇതിനകത്ത് അറിയേണ്ട ഒരു പോയിന്റ്. 2ാമത്തെ പോയിന്റ് പറയുന്നുണ്ട് ഈ അനങ്ങാത്ത ബിന്ദുവിനെ അല്ലെങ്കിൽ ചലിക്കാത്ത ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് വൃത്തകേന്ദ്രം, സെൻറ്റർ ഓഫ് ദി സർക്കിൾ. മനസ്സിലായല്ല, വൃത്തത്തിൻ്റെ കേന്ദ്രം ഇതാണ്. ഈ ചലിക്കാത്ത ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃത്തകേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദി. അപ്പോൾ വൃത്തകേന്ദ്രം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചലിക്കാത്ത ഈ ബിന്ദു മാത്രം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബിന്ദു ചലിക്കത്തില്ല. ചലിക്കാത്ത ബിന്ദുവിനെ വിളിക്കുന്നവരാണ് വൃത്തകേന്ദ്രം എന്നാണ് പറയുന്നത്. ഇനി 3ാമതൊരു പോയിന്റ് കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ചലിക്കാത്ത ബിന്ദുവും ചലിക്കുന്ന ബിന്ദുവും തമ്മിലുള്ള ഈ അകലം, ഈ ചലിക്കാത്ത ബിന്ദുവും ചലിക്കുന്ന ബിന്ദുവും തമ്മിലുള്ള അകലമാണ് വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഈ ചലിക്കാത്ത ബിന്ദുവും ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിന്ദുവും തമ്മിലുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്നാണ് പറയുന്നത്. ഈ 3 പോയിന്റാണ് PSCക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, PSC പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ആ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നും
തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് വൃത്തമെന്നാണ്. ഓക്കെ ആണല്ലോ. അത് പി എസ് സിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിന്നിട്ട് 4 ഓപ്ഷൻ തന്നാൽ ചതുരം, അതല്ല സമചതുരം, സമൂജ സാമാന്ത്രികം, സമൂജ ത്രികോണം, വൃത്തം, ഇത് 4 തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും വൃത്തം ഒന്ന്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ഇത്രയും മതി. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ 2. 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. അടുത്ത 2ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ സംഖ്യാലോകം. സംഖ്യാലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇതിനകത്ത് പി എസ് സിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരുപാട് പി എസ് സിയുടെ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് കിടപ്പുണ്ട്. അതിൽ നമ്മൾ ആദ്യം ചെറിയ 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ പറയത്തില്ലയോ, നമുക്ക് സ്കൂളിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ പറയും എന്താണ് ഒരു മില്യൺ എത്ര, ഒരു ബില്യൺ എത്ര, ഒരു ട്രില്യൺ എത്ര എന്നൊക്കെ നമ്മൾ പറയല്ലേ. അത് ഈ ചാപ്റ്ററിനകത്ത് ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഒരു മില്യൺ, എന്താണ് ഒരു ബില്യൺ, എന്താണ് ഒരു ട്രില്യൺ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് എളുപ്പം പഠിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഒരു കെ, 1K എന്ന് വെച്ചാൽ 1000 ആണെന്നറിയാം. 1K എന്ന് വെച്ചാൽ 1000. ഇപ്പോൾ നമ്മൾ പറയത്തില്ലോ ആ വീഡിയോയ്ക്ക് 1K വ്യൂസ് ഉണ്ട്. 1K വ്യൂസ് എന്ന് വെച്ചാൽ 1000 പേര് കണ്ടു എന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ വെച്ച് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് പോകാം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1K, ഒരു K എന്ന് വെച്ചാൽ 1000 ആണ്. 1000, ഒരു K എന്ന് വെച്ചാൽ 1000. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഒരു K എന്ന് വെച്ചാൽ 1000. ഈ ഒരു 1000 വെച്ചാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ പോകുന്നത്. 1000 വീണ്ടും നമ്മൾ 1000 കൊണ്ട് കൂടെ ഗുണിക്കുക. 1000 വീണ്ടും 1000 കൊണ്ട് ഗുണിക്കുക. 1000 ഗുണം 1000, 1000 ഗുണം 1000 എന്ന് വെച്ചാൽ 10 ലക്ഷം എന്ന് വരും. ഓക്കെ, 10 ലക്ഷം. 1000 ഗുണം 1000. ഒരു K എന്ന് വെച്ചാൽ 1000 ആണ്. 1000 വീണ്ടും 1000 കൊണ്ട് ഗുണിച്ചു. 1000 ഗുണം 1000 എന്ന് വെച്ചാൽ 10 ലക്ഷം. ഇതാണ് ഒരു മില്യൺ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗുണം 1000, 10 ലക്ഷം. ഇനി നമ്മൾ നോക്കിയേ, 1000 ഗുണം 1000. ഓക്കെ, 1000 ഇൻറ്റു 1000. ഓക്കെ, 1000 കൂടെ 10 ലക്ഷം. 10 ലക്ഷം എത്ര? 10 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി. മനസ്സിലായല്ലോ. 100 കോടി എന്ന് പറയും. അപ്പോൾ എന്താണ് നോക്കിയേ, 100 കോടി. അപ്പോൾ എത്ര പൂജ്യം വരും? 1 കഴിഞ്ഞിട്ട് 9 പൂജ്യം വരും. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 പൂജ്യം. 9 പൂജ്യം വന്നു. ഓക്കെ, ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. ഈ 100 കോടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ബില്യൺ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഒരു ബില്യൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? കെ എന്ന് വെച്ചാൽ 1000. 1000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് മില്യൺ. മനസ്സിലായ? 10 ലക്ഷം. ഓക്കെ ആണല്ലോ. ഓക്കെ, ആ 10 ലക്ഷത്തെ വീണ്ടും 1000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ബില്യൺ. ഈ ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഈ 1000 ഇൻറ്റു 1000 ഇത്രയും 1000 ഇൻറ്റു 1000. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കാം. 3, 6, 9, 12 പൂജ്യം. 1 കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഒരു ട്രില്യൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഒരു ട്രില്യൺ. ട്രില്യൺ എന്ന് പറഞ്ഞപ്പോൾ എത്ര വരും? 1,00,000 കോടി. 1,00,000 കോടി. നോക്കെ, ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി, ലക്ഷം കോടി. 1,00,000 കോടിയെ നമ്മൾ വിളിക്കുന്നവരാണ് ഒരു ട്രില്യൺ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ K വെച്ച് കണക്ട് ചെയ്തങ്ങ് പോയാൽ മതി. ഒരു K എന്ന് വെച്ചാൽ 1000. ഒരു Kയെ വീണ്ടും ഒരു K കൊണ്ട് ഗുണിച്ചു എന്ന് വെച്ചാൽ 1000 ഗുണം 1000 എന്ന് വെച്ചാൽ 10 ലക്ഷം. 1 മില്യൺ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ ഒരു 10 ലക്ഷത്തെ വീണ്ടും 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി? 100 കോടി. ഇതാണ് ഒരു ബില്യൺ. മില്യൺ കഴിഞ്ഞാൽ പിന്നെ ബില്യൺ. ഓക്കെ ആണല്ലോ. ആ 100 കോടിയെ വീണ്ടും 1000 കൊണ്ട് ഗുണിച്ചാൽ 1,00,000 കോടി എന്ന് കിട്ടും. മനസ്സിലായല്ലോ. 1,00,000 കോടിയെ നമ്മൾ വിളിക്കുന്നവരാണ് ഒരു ട്രില്യൺ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ മില്യണും ബില്യണും ട്രില്യണും ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ K, മില്യൺ, ബില്യൺ, ട്രില്യൺ. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്തത് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നതാണ് എന്താണ് ഗൂഗിൾ. ഈ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. ഓക്കെ ആണല്ലോ.
1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ നമ്മൾ വിളിക്കുന്നവരാണ് ഗൂഗിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, 10⁻100 എന്നാണ്. 10⁻100. അപ്പോൾ ഈ PSCക്ക് ചോദിക്കാം, ചൂടെ തന്നിരിക്കുന്നതിൽ ഗൂഗിൾ ഏത്? ഗൂഗിൾ ഏത്? അപ്പോൾ ഞാൻ എഴുതാം 10⁻100 എന്ന് കാണും, വേണമെങ്കിൽ എന്ത് എഴുതാം 1⁻100 എന്ന് കാണും. മനസ്സിലായല്ലോ? ഓക്കെ, ചിലപ്പോൾ 100⁻100 എന്ന് കാണും. ഓക്കെ, ഇങ്ങനെയൊക്കെ കാണിക്കും. ഇത് ചൂടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഗൂഗിൾ എന്ന് കാണിക്കുക. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ 1000⁻100 എന്നൊക്കെ കാണും, അല്ലെങ്കിൽ 10 എന്നൊക്കെ കാണും, ഇങ്ങനെയൊക്കെ കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് ഗൂഗിൾ എന്ന് വെച്ചാൽ ഇതാണ്. 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യയെ നമ്മൾ വിളിക്കുന്നവരാണ് ഗൂഗിൾ. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അറിയേണ്ടത് ഇത്തരം കാര്യം മാത്രം മതി. എന്താണ് ഗൂഗിൾ എന്ന് അറിഞ്ഞാൽ മതി. ഗൂഗിൾ എന്ന് കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ടുള്ള 100 പൂജ്യമുള്ള സംഖ്യയെ നമ്മൾ വിളിക്കുന്നവരാണ് ഗൂഗിൾ. ഓക്കെ, ഇനി ഇതിനൊരു ചരിത്രമുണ്ട്. ഈ ഗൂഗിളിനൊരു ചരിത്രമുണ്ട്. എന്താണ് ഈ ഗൂഗിൾ എന്നുള്ള ഈ പേരെങ്ങനെയാണ് വന്നത് എന്നൊക്കെ ഉള്ളത്. ഈ ഗൂഗിളിൻ്റെ അത് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾക്കറിയേണ്ട പോയിന്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഗൂഗിൾ എന്നുള്ള പേരെങ്ങനെയാണ് വന്നതെന്നും ഒക്കെ പറഞ്ഞാൽ, അമേരിക്കയിലെ ഗണിത അധ്യാപകനായ എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സാർ, മനസ്സിലായല്ലോ? ഓക്കെ, അമേരിക്കയിലെ ഗണിത അധ്യാപകനാണ് എഡ്വേർഡ് കാസ്നർ. അദ്ദേഹത്തിൻ്റെ മരുമകൻ മിൽട്ടനുമായി കണക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യയെ എന്ത് വിളിക്കും? ഒരു തമാശയ്ക്ക് ചോദിച്ചു, 1 കഴിഞ്ഞിട്ടുള്ള 100 പൂജ്യമുള്ള സംഖ്യയെ നീ എന്ത് വിളിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ മരുമകൻ മിൽട്ടൻ പറയുന്നത് ഗൂഗിൾ എന്ന് പറയുന്നു. അപ്പോൾ മരുമകനാണ് അത് പറയുന്നത് ഗൂഗിൾ എന്ന്. അങ്ങനെയാണ് ഈ 1 കഴിഞ്ഞിട്ടുള്ള 100 പൂജ്യമുള്ള സംഖ്യയ്ക്ക് ഗൂഗിൾ എന്ന പേര് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സ് ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്താണ് ഈ കാര്യം പറയുന്നത്. 1 കഴിഞ്ഞിട്ടുള്ള 100 പൂജ്യമുള്ള സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ എന്ന് മാത്തമാറ്റിക്സ് ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മലയാളത്തിൽ കണക്കും ഭാവനയും എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിനകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പുസ്തകത്തിനകത്ത് പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ നമ്മൾ വിളിക്കുന്നവരാണ് ഗൂഗിൾ. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10⁻100 എന്നാണ് എഴുതുന്നത്. 10⁻100. ഓക്കെ, ഈ ഗൂഗിൾ എന്ന പേരിൽ നിന്നുമാണ് ഇപ്പോഴെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്ന ബ്രൗസറായ ഗൂഗിൾ എന്ന് പറയുന്ന പേര് വന്നത്. ഈ ഗൂഗിളിൽ നിന്നാണ് അവർ ഗൂഗിൾ എന്ന പേരുണ്ടാക്കിയത് കേട്ടോ. ഗൂഗിൾ, ഈ ഗൂഗിൾ എന്ന പേര് വന്നത് ഈ ഗൂഗിളിൽ നിന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ. അതെങ്ങനെ എഴുതും എന്ന് വെച്ചാൽ 10⁻100 എന്നതാണ് ഗൂഗിൾ എന്ന് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ഒരു പോർഷൻ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല, ടെക്സ്റ്റിനകത്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. അഥവാ പരീക്ഷയ്ക്ക് എങ്ങാനും കയറി ചോദിച്ചാൽ നിങ്ങൾ ഗുണിച്ച് സമയം കളയണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അത്രയും സമയം ഗുണിക്കേണ്ട, അതുകൊണ്ട് ഞാനൊന്ന് എഴുതി വെക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനകത്ത് എന്താണ്? 3,62,880. 3,62,880. ഈ 3,62,880 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചുമ്മാ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിങ് ചെയ്യാനും പറ്റും. എല്ലാത്രയും സമയം കളയുണ്ടാവും. 1 മുതൽ 9 വരെയുള്ള NL സംഖ്യകൾ കൊണ്ട് ഗുണനഫലമാണ്. 1 മുതൽ 9 വരെയുള്ള 1 to 9. 1 മുതൽ 9 വരെയുള്ള NL സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നതാണ് 3,62,880. ചിലപ്പോൾ പറയുന്നു PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നു 1 മുതൽ 9 വരെയുള്ള NL സംഖ്യകളുടെ ഗുണനഫലം ചൂടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും ചോദിക്കാം, ഒരു ഡിഗ്രിക്ക് വേണമെങ്കിലും ചോദിക്കാം, ഒരു LGS വേണമെങ്കിലും ചോദിക്കാം. മനസ്സിലായോ? കാര്യം ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള കാര്യം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം എത്ര? പ്രത്യേകിച്ച് LPUPയെ ഫോക്കസ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് നോക്കി പോകണം. കാര്യം പാഠപുസ്തകം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ NL സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മുതൽ 9 വരെ ഗുണിച്ച് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 3,62,880. ഞാൻ ഈ ഒരു സംഖ്യ ചിലപ്പോൾ കണ്ടാൽ തന്നെ അപ്പോൾ ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു സംഖ്യ ഒരെണ്ണം ഇതേ ഉള്ളൂ, വേറെ സംഖ്യകളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാം ഇത് ഇന്നതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ എഴുതാം. അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത മറ്റൊരു മെയിൻ പോയിന്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, യെസ്, നമ്മളിവിടെ നോക്കിയോ 1,3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ, ശ്രദ്ധിച്ചോണേ, 1,3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ
എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം? രണ്ടക്ക സംഖ്യ എന്ന് വെച്ചാൽ മീൻസ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, 1ഉം 3ഉം ആവർത്തിക്കരുത്. എങ്ങനെ എത്ര രണ്ടക്ക സംഖ്യകൾ നമുക്കിവിടെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് 1 ഒരു പ്രാവശ്യം 3 ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ ഇതല്ല, ഇതിൻ്റെ ചൂടെ ലെവൽ കൂടിയതാണ് ചോദിച്ചിട്ടുള്ളത്. അതെല്ലാം നമ്മൾ ചെയ്യാൻ അത് ടെക്സ്റ്റിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യ അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യകൾ, സോറി മൂന്നക്കല്ല രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. 1 3 ചേർത്ത് 13, 2 ഡിജിറ്റ് നമ്പർ അല്ലേ? 1 3 ഒരേ പ്രാവശ്യമുള്ളൂ. അടുത്തത് 31, ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ? 3 1 ഒരേ പ്രാവശ്യമുള്ളൂ. എത്ര ഉണ്ടാക്കാം? 2 നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ കുറേ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എഴുതി നോക്കുക എന്നുള്ളത് നമുക്ക് റിസ്ക്കാണ്. നമുക്ക് യഥാർത്ഥത്തിൽ എന്താ 1 3 ഇവിടെ ആവർത്തിക്കുന്നില്ല. 1 3 ആവർത്തിക്കുക, 1 ഒരു പ്രാവശ്യം 3 ഒരു പ്രാവശ്യം അതേപോലെ 3ഉം 1ഉം ഒരേ പ്രാവശ്യമുള്ള എത്ര സംഖ്യ ഉണ്ടാക്കാന്ന് വെച്ചാൽ 2 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് വലിയ വലിയ കൂടുതൽ സംഖ്യകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എഴുതി നോക്കുന്നത് റിസ്ക്കാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കണം. ഓക്കെ ആണല്ലോ, എത്ര എണ്ണം ഉണ്ട് ഇവിടെ? സംഖ്യ എത്ര എണ്ണം ഉണ്ട്? 1 2 എണ്ണമാണുള്ളത്. 1 1 3 എന്ന് പറഞ്ഞാൽ 2 സംഖ്യകളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. 2 × 1, ആൻസർ 2 എണ്ണമാണ്. 2 × 1 ഇപ്പോൾ 2 സംഖ്യകളാണെങ്കിൽ 2 × 1, 2 × 1. ഇനി നമ്മൾ അത് +1 പോർഷനിലേക്കൊക്കെ പോകുമ്പോൾ 2 ഫാക്ടോറിയൽ എന്നാണ് പറയുന്നത്. 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 × 1 ആണ് 2. 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 × 2 × 1 ഇങ്ങനെ പറയും. മനസ്സിലായല്ലോ. 4 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 × 3 × 2 × 1 ഇങ്ങനെ പോകും. ഇതാണ് 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇതെല്ലാം ഗുണിക്കുന്നത്. ഈ 2 ഫാക്ടോറിയൽ എന്നാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 ഫാക്ടോറിയൽ എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഫാക്ടോറിയൽ +1 കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾ ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പം 2 × 1, 2 × 1 2 സംഖ്യകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ എത്രയൊക്കെയാണ്? 1 3 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 2 സംഖ്യകളാണ്. ഏതൊക്കെയാ? 13 31 ആണ്. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് ഒരെണ്ണോടെ നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1,3,5 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം? ഈ 3 സംഖ്യ ആവർത്തിക്കാനേ പാടില്ല. അങ്ങനെയുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സുകൾ വേണം? ഓക്കെ, 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര വേണമെന്ന് വെച്ചാൽ 1 3 5 ഈ 3 സംഖ്യകളാണ് വേണ്ടത്. ഇത് ആവർത്തിക്കാനും പാടില്ല. അതിന് 3 ഡിജിറ്റ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് 13 35 51 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ഉണ്ടാക്കാൻ പറ്റും? ഇങ്ങനെ കുറേ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയൊന്നും കളയാൻ സമയം കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കണം. ഇതുകൊണ്ടല്ല, സംഖ്യകളുടെ എണ്ണമാണ് നമുക്കിവിടെ പ്രാധാന്യം. അല്ല സംഖ്യ ഏതാണെന്നുള്ളതല്ല, എണ്ണമാണ് പ്രാധാന്യം. എത്ര ഉണ്ട്? 1 2 3 സംഖ്യകളാണുള്ളത്. 3 സംഖ്യകളാണുള്ളത്. ഓക്കെ ആണല്ലോ. ഈ 3 സംഖ്യകളാണ് ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? 3 ഫാക്ടോറിയൽ, നേരത്തെ പറഞ്ഞ അതേ സെറ്റപ്പ് എങ്ങനെ? 3 ഫാക്ടോറിയൽ എത്ര? 3 × 2 × 1, 3 × 2 × 1, 3 × 2 6, 6 × 1 6. എത്ര ഉണ്ടാക്കാമെന്ന് വെച്ചാൽ 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ എത്രയൊക്കെയാണ്? 3 2 1. അപ്പോൾ 3 1 3 5 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കുക? ഇതൊന്നും ആവർത്തിക്കാം. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാം. ഒരു നമ്പറിനകത്ത് ഒരു സംഖ്യ നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം 3 1 ഒരേ പ്രാവശ്യമുള്ളൂ. 3 1 ഇവിടെ ഒരേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? ഇങ്ങനെ ഒറ്റ പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്ത് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ്, ഇവിടെ 3 ഡിജിറ്റ് ആണ് ചോദിക്കുന്നത്, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം? അപ്പോൾ 3 ഡിജിറ്റ് നമ്മൾ നോക്കട്ടെ. നമുക്ക് ഇവിടെ 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? 135. അത് 3 ഡിജിറ്റാണ്. ഓക്കെ ആണല്ലോ. 513 3 ഡിജിറ്റ്. ഇതെല്ലാം ഒരേ പ്രാവശ്യം. ഇങ്ങനെ എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 5 8 9 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 4 അക്ക സംഖ്യകൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പം ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഏതാ? എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 എന്ത് വരും? 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ആയിരിക്കുമല്ലോ എൻ്റെ ആൻസർ. 4 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 × 3 × 4 അല്ലെങ്കിൽ 4 × 3 × 2 × 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 1 2 2 6 6 4 24. എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 24 സംഖ്യകളായിരിക്കും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, എങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 3 5, 8,
9 2 3 5 8 9 ഈ 5 സംഖ്യകൾ ആവർത്തിക്കാതെ ഈ എത്ര 5 അക്ക സംഖ്യകൾ 5 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ള 2 3 5 8 9 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ പറയുന്നതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും എല്ലാം വേണം. കാര്യം എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റർ വൈസും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി നോട്ട്സ് ആക്കി എഴുതി പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ഒരു സംശയം വന്നാൽ എടുത്തേക്ക് നോക്കി പോകാം. പിന്നെ ഓരോ ദിവസത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ നോട്ട്സ് വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിനെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുന്നത്. നമുക്ക് അതിങ്ങനെ PSCയുടെ പരീക്ഷയുടെ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഈ പറയുന്ന ഓരോന്നെടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസ് തൊട്ട് പഠിച്ചു തുടങ്ങും. എനിക്ക് വേണേൽ 10ാം ക്ലാസ്സിൽ ആദ്യമേ അങ്ങ് ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സിലെ ക്ലാസ് അടിപൊളി ടൈറ്റ് ക്വസ്റ്റ്യനാണ്. 9ാം ക്ലാസ് അടിപൊളി ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതൊക്കെ എനിക്ക് ആദ്യം ചെയ്യാം. പക്ഷേ അത് ബേസ് ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ബേസിൽ നിന്ന് കയറി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കമൻറ്റ് നമുക്കിനി ഇതിനകത്ത് തന്നെ മറ്റൊരു മോഡലൂടെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തതിനകത്ത് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ് 0 1 3 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ 0 1 3 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? മനസ്സിലായല്ലോ? 0 1 3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 3 അക്ക സംഖ്യകൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഒരു 0 ഒരു നമ്പർ 0. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കണ്ടേ, 130 അവസാനം 0 വരാം, 103 നടുക്ക് 0 വരാം, 013 ഇങ്ങനെ പറ്റത്തില്ല. ഈ 0 നമ്മുടെ ഫ്രണ്ടിലത്തെ സംഖ്യ 0 വരത്തില്ല. ഇത് 13 എന്ന് മാത്രമേ വായിക്കത്തുള്ളൂ. ഇതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഫ്രണ്ടിൽ 0 വരാൻ പറ്റത്തില്ല. നേരത്തെ ക്വസ്റ്റ്യനകത്ത് വേറെ ഏത് നമ്പർ വന്നാലും നമുക്ക് എന്താ ആദ്യം അവസാനം എന്ന് വെച്ചാൽ ഈ 0 ആദ്യം വരാൻ പറ്റത്തില്ല. ആദ്യം വന്നാൽ അത് 2 ഡിജിറ്റ് നമ്പറായിട്ട് മാറി. ഇപ്പോൾ ഇങ്ങനെ രണ്ടാമത് വരാം, മൂന്നാമത് വരാം. മനസ്സിലായി? ഇങ്ങനെയൊക്കെ വരാം 0. പക്ഷെ ഫ്രണ്ടിൽ 0 വന്നാൽ നമുക്കൊരു 2 ഡിജിറ്റ് നമ്പറായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റത്തില്ല. 3 ആയിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ 0 വരത്തില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതെടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ചെയ്യാനൊന്നുമില്ല. ഈ 0 ഇല്ലെന്ന് വിചാരിച്ചോ? 0 ഇല്ലെന്ന് വിചാരിച്ചോ? ഓക്കെ, വളരെ സിമ്പിളാണ്. 0 ഇല്ലെന്ന് വിചാരിച്ചു. 0 ഇല്ല എങ്കിൽ നമുക്ക് എത്രയൊക്കെയാ? 1 3 1 3 ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാം? 1 3 ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 സംഖ്യകളില്ലേ. അപ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് എഴുതില്ലേ? സംഖ്യകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ നമ്മൾ 2 ഫാക്ടോറിയൽ ചെയ്യുമല്ലോ. 2 ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ എന്തുവാ? 2 × 1 എന്നങ്ങ് എഴുതും. ഓക്കെ ആണല്ലോ? 2 × 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ നോക്കണം 0 1 3 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. ഒന്നിൻ്റെ ഫ്രണ്ടിൽ 0 വരാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ 0 വന്നു കഴിഞ്ഞാൽ അത് 2 ഡിജിറ്റായി മാറും. അപ്പോൾ 0 ഇല്ലാതെ എത്ര ഉണ്ടാക്കാം? 2 ഫാക്ടോറിയൽ 1 × 2 1 × 2 എന്ന് വെച്ചാൽ 2 ഉണ്ടാക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ ഇവിടെ 2 ആയിട്ടല്ലേ എടുത്തേക്കുന്നത്? അതിനൊരു 2 കൂടെ ഗുണിച്ച് വെച്ചാൽ മതി. അതിന് 2 കൂടെ ഗുണിച്ചു. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന എത്ര? 2 × 1 2 ഫാക്ടോറിയൽ നമ്മൾ ചെയ്തു. ഏത് ഫാക്ടോറിയലാണോ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഗുണിച്ച് വെച്ചാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ആ നമ്പറുണ്ട്, ആ 2 എന്ന് പറയുന്ന നമ്പറുണ്ട് ഒന്നുകൂടെ ഗുണിച്ച് വെച്ചാൽ മതി. 2 ആണെങ്കിൽ 2, 3 ആണ് 3. ഓക്കെ, 2 × 2 4, 4 × 1 4. എത്ര സംഖ്യ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ? 4 സംഖ്യ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 0 അല്ലാതെ വേറെ ഏത് സംഖ്യ വന്നാലും, ഇവിടെ 2 3 5 ഏത് സംഖ്യ വന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 ഫാക്ടോറിയല 1 × 2 × 3 6 ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എത്ര ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ? 4 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഫ്രണ്ടിൽ 2 0 വന്നാൽ അത് 3 ഡിജിറ്റ് ആവത്തില്ല, 2 ഡിജിറ്റേ ആവത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ 0 ആയതുകൊണ്ട് മാത്രമാണ് ഈ രീതി. മനസ്സിലായോ? തിരിച്ചു താണ്ട നമ്മൾ ഇത് നോക്കിയേ. 1 3 ഇവിടെ ഒരു 4 വിചാരിച്ചു. 1 3 4 ഇവിടെ നമ്മളൊക്കെ ചെയ്യുന്ന അക്കങ്ങളുടെ എണ്ണം 3 അല്ലേ? മൂന്നാമത് 3 ഫാക്ടോറിയൽ നമ്മളങ്ങ് ചെയ്യും. എത്ര? 3 × 2 × 1 6 6 വരും. പക്ഷേ ഇതിനകത്ത് ഒരു നമ്പർ 0 ആയതുകൊണ്ട് ഫ്രണ്ടിൽ എന്ത് വരത്തില്ല? ഫ്രണ്ടിൽ 0 എഴുതി നമുക്കൊരു നമ്പറായിട്ട് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര എണ്ണ ചെയ്യത്തുള്ളൂ? 4 എണ്ണ ചെയ്യത്തുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോണം. നമ്മളപ്പോൾ 0 ഒഴിവാക്കണം. 0 ഒഴിവാക്കുമ്പോൾ എത്ര നമ്പറുണ്ട്? 1 3 2 നമ്പറില്ലേ? അപ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 × 1 എന്നങ്ങ് എഴുതും. 2 × 1
2 × 1 എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ എത്ര 2 എന്നുള്ള ഫാക്ടോറിയൽ എഴുതി ആ 2 കൊണ്ട് കൂടെ ഒന്നുകൂടെ ഇതിനെ ഗുണിച്ച് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. 2 × 2 4, 4 × 1 4 സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. വേണം ഏത് 4 സംഖ്യകളൊക്കെ ആണെങ്കിൽ വേണ്ടേ 130. ഓക്കെ, അതേപോലെ 103. ഓക്കെ, അതേപോലെ അടുത്ത 310. ഓക്കെ, 301. ഈ 4 സംഖ്യകൾ ഉണ്ടാക്കുന്നത് 130, 103, 310, 301. ഇത്രയും സംഖ്യകൾ നമുക്ക് എന്താ പറ്റത്തുള്ളൂ, ഇവിടെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ 4 എണ്ണ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഏതെണ്ണം ഇനി ഫ്രണ്ടിൽ 0 കൊണ്ട് കൊടുക്കണം. ആദ്യം 1 കൊടുത്ത് 3 കൊടുത്ത് ഇനി 0 കൊടുക്കും. 0 കൊടുക്കുമ്പോൾ അത് 2 ഡിജിറ്റായി മാറും. ഈ 4 നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 0 അല്ല എങ്കിൽ നമ്മൾ ഏത് രീതി ചെയ്യണം, ഈ രീതി ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന തന്നെ ക്വസ്റ്റ്യൻ ഇതൊക്കെ 0, 1, 3, 5. 0, 1, 3, 5 ഇത്രയൊക്കെയാണല്ലോ. ഓക്കെ, ഇത്രയും നമ്പർ ആവർത്തിക്കാതെ, ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 4 അക്ക സംഖ്യകൾ 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാം? നമുക്ക് നേരത്തെ ചെയ്യുന്ന പോലെ കേസാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത്? നേരത്തെ ചെയ്യുന്ന കേസാണെങ്കിൽ എത്ര 1, 2, 3, 4 സംഖ്യ നേരത്തെ കേസാണ്. ഇവിടെ 0 അല്ലാതെ വരുന്ന കേസിൽ ഇവിടെ ഒരു 2 5 അല്ലെങ്കിൽ 4 2 4 വേറെ ഏതെങ്കിലും സംഖ്യ 0 അല്ലാതെ വരുന്ന കേസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 4 ഫാക്ടോറിയൽ എങ്ങനെ ചെയ്തു? എത്ര 1 2 3 4 സംഖ്യ എന്ന് എഴുതി 4 ഫാക്ടോറിയൽ എങ്ങനെ ചെയ്തു. ഇവിടെ 0 അല്ലാതെ വരുന്ന കേസിൽ ഉദാഹരണം ഇവിടെ നോക്കാം. 1 2 3 5 ഇതാണെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ 0 അല്ലാതെ വരുന്ന ഈ കേസിൽ നമ്മൾ ഇതെങ്ങനെ ആയിരിക്കും? 4 ഫാക്ടോറിയൽ. എങ്ങനെയാ 4 ഫാക്ടോറിയൽ? 4 × 3 × 2 × 1 ഉണ്ടേ. ഓക്കെ, 23 6 4 24 24 എണ്ണം നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? എത്ര ഉണ്ടാക്കാൻ പറ്റും? 24 സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ 0 അല്ലാതെ വരുന്ന കേസിൽ. പക്ഷേ ഇവിടെ 0 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 0 കൊടുക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ 0 കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 0 ഒഴിവാക്കിയിട്ട്, നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, 0 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര നമ്പരേ ഉണ്ടോ? 3 നമ്പരേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? നേരത്തെ പറഞ്ഞാലേ 3 ഫാക്ടോറിയൽ എന്നങ്ങ് എഴുതാം. 3 ഫാക്ടോറിയൽ എഴുതുമ്പോൾ 3 × 2 × 1 3 × 2 × 1. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എഴുതാം 3 × 2 × 1 ഇങ്ങനെ എഴുതി. ഓക്കെ ആണല്ലോ. ഇവിടെ 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 അല്ലേ കൊടുത്തേക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു 3 കൂടെ അങ്ങ് ചെയ്താൽ മതി. 3 ഫാക്ടോറിയൽ എന്ന് കൊടുത്തേക്കുന്നുണ്ട്, ആ 3 ഉണ്ടല്ലോ, ആ 3 ഇതിൻ്റെ കൂടെ ചേർത്ത് ഗുണിച്ച് വെച്ചാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. നേരത്തെ 2 ഫാക്ടോറിയലിനെ ഇപ്പോൾ 2 എഴുതിയില്ലയോ, അതേപോലെ എന്ത് ചെയ്താൽ മതി, ഇവിടെ 3 അങ്ങ് കൊടുത്താൽ മതി. വേറെ ഒരു കാര്യമില്ല. ഒന്ന് നോക്കിയേ, 3 × 3 9, 9 × 2 18. എത്ര സംഖ്യ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 18 എണ്ണേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. പക്ഷേ ഇതൊക്കെ PSCയുടെ സ്ഥിരം പാറ്റേണാണ്. PSCയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചില SSCയുടെ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസും SSCക്കൊക്കെ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യനാണ് ഇത്. മനസ്സിലായോ? നമ്മുടെ 5ാം ക്ലാസ്സിൽ കിടക്കുമോ? 5ാം ക്ലാസ്സിൽ കിടപ്പുണ്ട് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കണം, 5 6 7 8 കയറുമ്പോഴത്തേക്ക് ഏത് ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പോകും നിങ്ങൾ നോക്കണം. ഓക്കെ, വേറെ 5ാം ക്ലാസ്സിൽ പിള്ളേർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ഓക്കെ, നോക്കിയേ. 0, 1 3 5 7. 0 1 3 5 7. നിങ്ങളൊന്ന് പറഞ്ഞേ. 0 1 3 5 7. ഓക്കെ ആണല്ലോ. ഇവിടെ എത്ര സംഖ്യകളുണ്ട്? ഈ 1 2 3 4 5. ഓക്കെ, 0 1 3 5 7 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പറയുന്ന സംഖ്യകൾ ആവർത്തിക്കാതെ ഇവിടെ 5 സംഖ്യകളുണ്ട്, എത്ര 5 അക്ക സംഖ്യകൾ അല്ലെങ്കിൽ 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് നമ്മളോട് ചോദിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇത് ചെയ്യേണ്ട രീതി, നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തോ? 0 ഒഴിവാക്കുക. 0 ഒഴിവാക്കിയ ബാക്കി എത്ര സംഖ്യയുണ്ട്? 1 2 3 4 സംഖ്യയിലൂടെ ഉള്ളത്. 0 ഒഴിവാക്കിയ ബാക്കി എത്ര ഉണ്ടോ? 4 സംഖ്യയാണ് ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ഫാക്ടർ, ഇവിടെ 3 സംഖ്യ 0 ഒഴിവാക്കിയ 3 സംഖ്യ 3 ഫാക്ടോറിയൽ എന്ന ഇതിലെ 0 ഒഴിവാക്കി ഇവിടെ 4 സംഖ്യ ആകുമ്പോൾ നമുക്ക് 4 ഫാക്ടോറിയൽ എന്ന് എടുക്കാമല്ലോ. 4 ഫാക്ടോറിയൽ. ഓക്കെ, 4 ഫാക്ടോറിയൽ എന്നാൽ 4 × 3 × 2 × 1 എടുക്കാമല്ലോ. എന്നതിന് ശേഷം എന്തും കൂടെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ടിൽ ഒരു 4 കൂടെ, ഈ 4 ഒന്നും കൂടെ ഒന്ന് ഇൻഡ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നും കൂടെ ഒന്ന് ഇൻഡ് ചെയ്യുക. 2 3 6. ഓക്കെ, 6 4 24. 24 × 4 24 × 4 96 നീട്ടത്തില്ലേ? 96. 24 × 4 16 6 8 1 24 8 1 9. ഓക്കെ, 96 സംഖ്യകളായിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 0. ഇത് നോക്കിയേ, ഇത് 0 ഇല്ലായിരുന്നെങ്കിലോ? 0 അല്ല, പകരം എന്താണ്? 0 അല്ലാതെ ഇവിടെ വേറെ സംഖ്യ എന്ന് വിചാരിച്ചു. ഇവിടെ 1 3 5 7. ഓക്കെ, 1 3 5 7.
ഒരു ഇവിടെ ഒരു 9 കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ ആണല്ലോ. യെസ്, ഓക്കെ. 1 2 3 4 5. ഓക്കെ, 5. ഇപ്പം ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ലോ, 0 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം, ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ 1 2 3 4 5 സംഖ്യകളല്ലേ. നമ്മളിവിടെ എന്താണ് 5 ഫാക്ടോറിയൽ എന്നാണ് എടുക്കുന്നത്. 5 ഫാക്ടോറിയൽ ഇതേപോലെ തന്നെയാണ് ഇവിടെ 1 2 3 4 5 സംഖ്യ ഉള്ളത്, ഇവിടെ 5 സംഖ്യ ഉള്ളത്. 5 ഫാക്ടോറിയൽ എന്ന് എടുക്കുന്നത്. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 × 4 × 3 × 2 × 1. ഓക്കെ ആണല്ലോ. ഉണ്ട് 2 10 3 4 12 120 സംഖ്യകളാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. 120 സംഖ്യ 5 അക്കം എന്ന് 120 എണ്ണമാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 5 സംഖ്യ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രകാരം 120 വരണം. പക്ഷെ എത്ര കിട്ടുന്നുള്ളൂ? നമുക്ക് 96 എണ്ണേ കിട്ടുന്നുള്ളൂ. 26 മിസ്സിംഗ് ആണ്. മനസ്സിലായല്ലോ? 24 മിസ്സിംഗ്. എവിടെ മിസ്സിംഗ് ആയെന്ന് വെച്ചാൽ 24 സംഖ്യയുടെ ഫ്രണ്ടിൽ 0 കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? 0 ആദ്യത്തെ ഒരു സംഖ്യയായിട്ട് വരത്തില്ല. ആദ്യത്തെ ഒരു സംഖ്യ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 5 ഡിജിറ്റിന് പകരം അത് 4 ഡിജിറ്റായി മാറും. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ 0 വന്നത് കൊണ്ട് മാത്രമാണ് 96. 0 അല്ലായിരുന്നു എങ്കിൽ എത്ര എണ്ണം വരും എന്ന് വെച്ചാൽ 120 എണ്ണം വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ട് വരുവാണ്. 0 3 5 8 6 7 ഇത്ര സംഖ്യ ഇട്ട് വരും. ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 6 അക്ക സംഖ്യകൾ 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 6 അക്ക സംഖ്യകൾ ഉണ്ടാക്കുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. ഓക്കെ. നമ്മളപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടില്ല. ചാപ്റ്ററിൻ്റെ പകുതി ആയിട്ടേ ഉള്ളൂ. ഓക്കെ. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇതിലും അടിപൊളി ക്വസ്റ്റ്യൻസ് തൊട്ട് പുറകെ വരുന്നുണ്ട്. ഓക്കെ. നമുക്കത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റ് നോട്ട്സ് എല്ലാം എഴുതി വെക്കുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ ഈ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളിത് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ച് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഷെയറിങ്ങും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ വിശ്വസിക്കാവുന്ന രീതിയിൽ നമ്മൾ പരമാവധി ഒരുപാട് കോഴ്സുകൾ തന്നെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമായിട്ടാണ് സ്കൂൾ ടെസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്ത് തരിക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാം അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി പലരെയൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ ഷെയറും സപ്പോർട്ടിങ്ങും മാത്രം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.